കോഴി ബിഷപ്പ് പറഞ്ഞത് പച്ചക്കള്ളം. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ബിഷപ്പ് തോമസ് അലക്സാണ്ടർ എന്ന പേരിലുള്ള ഒരു 81 വയസ്സുകാരൻ ലീലാമ്മ വർഗീസ് എന്ന 65-കാരിയെ വിവാഹം കഴിച്ച് കടന്നു കളഞ്ഞതായി അവർ ഒരു പരാതി പറഞ്ഞിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇവർ രണ്ടുപേരുടെയും വെർഷനുകൾ ഞങ്ങൾ നൽകിയിരുന്നു. എന്നാൽ ഇന്നലെ ബിഷപ്പ് തോമസ് അലക്സാണ്ടറുടെ വാക്കുകൾ കേട്ട ലീലാമ്മയുടെ ആ പ്രതികരണം കാണുക. ബേബിച്ചായന്റെ തലയിൽ കെട്ടിവെച്ചു എന്നുള്ള ബിഷപ്പിന്റെ കുമ്പസാരത്തിന്റെ മറുപടിയായിട്ടാണ് ഞാനിത് സാറിന് അയക്കുന്നത്. വർഷങ്ങളോളം സീനിയർ ലെവലിൽ പല കമ്പനികളിൽ HR ആയിട്ടും HR അഡ്മിൻ മാനേജറായിട്ടും അതുപോലെ സീനിയർ പൊസിഷൻ വഹിച്ചു വന്നിരുന്ന എന്നെ വേറൊരു ഒരു ഹോം നേഴ്സാക്കി കണ്ടതിൽ എനിക്ക് വളരെ സങ്കടമുണ്ട്. കാരണം ഈ ഹോം നേഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഹോം നേഴ്സ് പഠിച്ചിട്ടില്ല, ഇങ്ങനെയുള്ള യാതൊരു ജോലിയും ഞാൻ ചെയ്തിട്ടില്ല. എന്നെ വെറും ഒരു ഹോം നേഴ്സാക്കി മാറ്റിയതിനകത്ത് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. 2020 എൻ്റെ ഹസ്ബൻഡ് മരിച്ചു. ആ മരണശേഷം ആരെയും ശല്യപ്പെടുത്തണ്ട എന്ന് വിചാരിച്ച് ഞാൻ മോൻ ജോലി ചെയ്യുന്ന ബാംഗ്ലൂരിലേക്ക് ചേക്കേറി. കാരണം മറ്റുള്ളവരുടെ ശല്യപ്പെടുത്തണം. ഞങ്ങളുടെ ബിസിനസ് മുഴുവൻ പൊട്ടിയായിരുന്നു. ഹസ്ബൻഡ് മരിക്കുന്നതിന് മുമ്പ് തന്നെ ബിസിനസ് മുഴുവൻ പൊട്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ മോൻ്റെ അടുത്തേക്ക് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയി. അതിനുശേഷം ഏതാണ്ട് 2024 തോന്നുന്നു, അതിൻ്റെ ഒരു ഏപ്രിൽ മെയ്യോടുകൂടി ഞാൻ അവിടുന്ന്, കാരണം ക്ലൈമറ്റ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വന്നു. പിന്നെ അങ്ങനെ പല കാര്യങ്ങളായാലും ഞാൻ തിരിച്ച് നാട്ടിലോട്ട് വരാമെന്ന് വെച്ചുകൊണ്ട് ഞാൻ നാട്ടിലോട്ട് വന്നു. മോൻ അപ്പോഴത്തേക്ക് വേറെ PG മാറി. അങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്ക് നാട്ടിലെ ക്ലൈമറ്റാണ് കുറച്ചും കൂടെ പിടിക്കുന്നത്. അപ്പം അങ്ങനെ നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ആരെയും ശല്യം ചെയ്യാതെ താമസിക്കണം, ആഴ്ചയിലൊന്ന് മോന് വന്നു പോകണം, അങ്ങനെയുള്ള സൗകര്യത്തോടെ താമസിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഫൈനലി ഒരു ലേഡിയെ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ ഷീല എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് തന്നെ ഇടപാട് ചെയ്തു തന്നു. ഞാൻ അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് അവിടുന്ന് ഇച്ചിരി സൗകര്യം കുറവായിരുന്നുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ഒരു റോഡിനോടൊക്കെ അടുത്ത സൗകര്യമാണെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകാനും വരാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. വണ്ടിയില്ലായിരുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഇത് നോക്കി ഞാൻ കുറച്ചും കൂടി ഒരു സൗകര്യം നോക്കിക്കൊണ്ടിരുന്നു. അപ്പം ഞാൻ താമസിച്ചിരുന്ന വീട്ടിലെ ലേഡി തന്നെ എന്നെ ഈ പറയുന്ന ബേബിച്ചാൻ എന്ന് പറയുന്ന, ഞാൻ അപ്പച്ചൻ എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത്, 90 വയസ്സോളം ഉണ്ട്. അപ്പോൾ ഈ അപ്പച്ചൻ്റെയൊക്കെ വീട്ടിലോട്ട് വന്നു. അപ്പച്ചൻ ഫാമിലിയായിട്ട് അവിടെ താമസിക്കുകയാണ്. 2 ജോലിക്കാരികളും ഉണ്ട്. അതുപോലെ അവരവിടെ സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു സമയം ഞാനും ആ കൂട്ടത്തിൽ ഞാൻ അവിടെ ചെന്നു. അപ്പോൾ എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അവിടെ ഞാൻ സന്തോഷമായിട്ട് പോവുകയായിരുന്നു. ഫാമിലിയായിട്ട് ഞങ്ങൾ എപ്പോഴും വർത്താനം പറയുകയും സന്തോഷിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് പോകുന്നു. പക്ഷെ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇവരുടെ മക്കൾ ഒരു പ്രാവശ്യം പോലും ആ സമയത്ത്, ഞാൻ അവിടെ താമസിച്ചിരുന്ന സമയത്ത് അവിടെ വന്നിട്ടില്ല. എനിക്കറിയത്തുമില്ല, അങ്ങനെ ഒരു അറിവ് എനിക്കില്ലായിരുന്നു. ഞാൻ ആ മറ്റേ സ്ത്രീയുടെ കൂട്ടത്തിൽ താമസിച്ചിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അടുത്തുള്ള ലേഡീസൊക്കെ എന്നോട് സംസാരിക്കുകയും എന്നോട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആവുകയും ചെയ്തു. അവരെന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടല്ലേ, ഒത്തിരി ശല്യങ്ങളൊക്കെ വരും, അതുകൊണ്ട് ഒരു കല്യാണം കഴിക്കുകയാണെങ്കിൽ ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒഴിവാക്കാൻ പറ്റും. മോനും അപ്പോൾ അതല്ലേ നല്ലത്. ഹസ്ബൻഡ് ഞങ്ങൾക്ക് സ്വത്തുക്കളുണ്ടായിരുന്നു, എല്ലാം നശിപ്പിച്ചു. ഹസ്ബൻഡ് നശിപ്പിച്ചെന്ന് പറഞ്ഞാൽ അദ്ദേഹം ബിസിനസ് ഫെയിലിയറായി, അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടു. അപ്പം ഇതുകൊണ്ടൊക്കെ മറ്റൊരു ആളും കൂടെ സപ്പോർട്ടിനുണ്ടെങ്കിൽ അത് നല്ലതാണല്ലോ എന്ന് പറഞ്ഞ് ഇവരെന്നെ നിർബന്ധിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു. പറ്റിയത് വരികയാണെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ എണ്ണം വന്നുവെങ്കിലും ഞാൻ അത് താല്പര്യപ്പെട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഒരു പാസ്റ്റർ കുഴപ്പമില്ലാതെ വന്നു. അദ്ദേഹം വളരെ സന്തോഷമായിട്ട് സംസാരിച്ചു. എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് ഭയങ്കര തൃപ്തികരമായിരുന്നു. അങ്ങനെ ഞാൻ ഈ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ചനെ അന്വേഷിച്ചു. അങ്ങനെ പോയി ഞങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞപ്പം വിരോധമില്ലെങ്കിൽ നമുക്ക് നടത്താമെന്നുള്ളൊരു ഉറപ്പിലേക്ക് വന്നു. അദ്ദേഹത്തിന് വളരെ സന്തോഷമായിരുന്നു എൻ്റെ കല്യാണം നടത്താനായിട്ട്. പക്ഷെങ്കിൽ ഇങ്ങനെ പറഞ്ഞുറപ്പിച്ച് വെച്ചേക്കായിരുന്നു, എന്നാൽ നടത്താമെന്നുള്ള രീതിയിലെല്ലാം. അപ്പച്ചനുമായിട്ട് എന്തോ കാര്യം പറഞ്ഞ് അല്പം ഉടക്കിയെങ്കിലും പിന്നെ അതിന് ശേഷം പുള്ളി പറഞ്ഞു അദ്ദേഹം വന്ന് അതെല്ലാം റെക്ടിഫൈ ചെയ്തോളാമെന്ന് എന്നോട് പറഞ്ഞിട്ട് അങ്ങനെ അദ്ദേഹം സമ്മതിച്ചു വെച്ചിരുന്ന സമയത്ത് ഇദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ വിവാഹക്കാരിയൊക്കെ സംസാരിച്ചും പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിലൊരു അമേരിക്കക്കാരൻ വന്നിട്ടുണ്ട്, അതൊന്ന് നോക്കിയാൽ എന്താന്ന് പുള്ളി എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഇത് സമ്മതിച്ചു പോയി, ഇനിയിപ്പോൾ അത് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു അല്ല അത് കുറച്ചും കൂടെ നല്ലതല്ലേ, നിനക്ക് പുറത്തോട്ടൊക്കെ പോകണമെങ്കിൽ അത് നല്ലതല്ലേ എന്നും പറഞ്ഞുകൊണ്ട് എന്നെ വളരെ നിർബന്ധിച്ചു. അങ്ങനെ പിറ്റേ ദിവസം അദ്ദേഹം വരികയും ചെയ്തു, ഇദ്ദേഹത്തെ കാണുകയും ചെയ്തു. കണ്ടു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, ഇദ്ദേഹത്തെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. അത് ഇനി തിരിച്ചു വന്നിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ ഇദ്ദേഹത്തെ ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇദ്ദേഹത്തിന് ഒത്തിരി
ദൈവവേലയൊക്കെ ചെയ്യുന്ന മനുഷ്യനാണ്, അതാണ് അങ്ങനെയാണ്, നല്ല മനുഷ്യനാണ്, അതാണെന്നൊക്കെ പറഞ്ഞ് എന്നെ ഒത്തിരി നിർബന്ധിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ അപ്പച്ചൻ്റെ ഇഷ്ടം പോലെ ചെയ്യും, ഞാൻ പറഞ്ഞാൽ എനിക്കറിയത്തില്ല, കാരണം ദൈവത്തിൻ്റെ ഹിതം എന്താണോ അത് നടക്കട്ടെ, ഞാൻ എൻ്റേതായിട്ടൊരു സ്വന്തം ഒരു ഇഷ്ടം വെക്കുന്നില്ല, അപ്പച്ചൻ്റെ ഇഷ്ടം ഏതാണോ അത് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഇദ്ദേഹം അത് കഴിഞ്ഞിട്ട് ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് തോന്നുന്നു അവിടെ വന്നു. ഇങ്ങനെ കല്യാണം എല്ലാം ശരിയാക്കിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, ഞങ്ങളെല്ലാ കാര്യങ്ങളും റെഡിയാക്കി, ഡ്രസ്സും എല്ലാം റെഡിയാക്കി എല്ലാം വന്നു. കല്യാണം കുറച്ച് പേരുടെ കൂട്ടത്തിൽ ഇങ്ങനെ കല്യാണം നടത്തി കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അന്ന് തന്നെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് ഞങ്ങളെ കൊണ്ടുപോവുകയും ചെയ്തു. അതിനുശേഷം കുറച്ച് ദിവസത്തേക്ക് എന്നോട് പറഞ്ഞു, ആരോടും പറയണ്ട, നിങ്ങൾ ഇത് രജിസ്റ്റർ ചെയ്തിട്ട് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. കഴിയുന്ന 2 ആഴ്ച കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്യാൻ വന്നപ്പോൾ അത് നടന്നില്ല. അപ്പം അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടായി. അതിനുശേഷം ഞാനിത് വീട്ടിലെ അറിയിച്ചിരുന്നു, ഞാനിങ്ങനെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിലെല്ലാവരെയും അറിയിച്ചു. അതിനു മുമ്പ് ഞാൻ എല്ലാവരിൽ നിന്നും, കാരണം എനിക്ക് ഹസ്ബൻഡ് എല്ലാം നശിപ്പിച്ചതുകൊണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കണമെന്ന് ആഗ്രഹമില്ലായിരുന്നത് കൊണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണവും മറ്റു കാര്യങ്ങളും ഒക്കെ വെച്ച് തന്നെ ഞാൻ ജീവിക്കുകയായിരുന്നു. അതൊക്കെ വിറ്റും അങ്ങനെയുള്ള കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ടായിരുന്നതൊക്കെ വെച്ച് ഞാൻ മാനേജ് ചെയ്ത് ജീവിക്കുകയായിരുന്നു. അങ്ങനെ മറ്റുള്ളവരെ അധികം ശല്യം ചെയ്യാൻ പോയിട്ടില്ല ഞാൻ. അതുകൊണ്ട് ഞാനിങ്ങനെ വീട്ടിലുള്ളവരെയൊക്കെ എല്ലാവരെയും അറിയിച്ച് ഇങ്ങനെ ഞാൻ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ പോയി, പല പ്രാവശ്യം പോയി അവിടെ താമസിച്ചു. ഇദ്ദേഹത്തിനും ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞു വന്നു. ഞങ്ങൾ വളരെ എല്ലായിടത്തും പല സ്ഥലങ്ങളിലും പോയി. വയനാട്ടിൽ പോയി അവരുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ താമസിച്ചു. അങ്ങനെ പലയിടത്തും പോയി സന്തോഷമായിട്ട് വന്നു നിന്നപ്പോഴാണ് ഈ ഹെൻറിയെ അപ്പോയിന്റ് ചെയ്യുന്നതും ഇങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും. അപ്പൊ ഇതിനകത്ത് വന്നിരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാല് ഈ ഒരുപാട് നുണകള് ഹെൻറി ഇപ്പം പറഞ്ഞൊപ്പിച്ചിട്ടുണ്ട്. ആ നുണകള് എനിക്ക് എങ്ങനെ അത് റെക്ടിഫൈ ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ഹസ്ബൻഡ് മരിക്കുമ്പോഴേ ഹസ്ബൻഡിനൊരു ഓപ്പറേഷൻ നടന്നിട്ടില്ല. അങ്ങനെ ആ കൊറോണ ടൈമിൽ അദ്ദേഹത്തിന് നേരത്തെ തൊട്ടേ ഈ പാൻക്രിയാറ്റിറ്റിസ് ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷെ ശരീരം ക്ഷീണിച്ചു വന്നു. 2-3 മാസത്തോളം പുള്ളി 95 kg ആയിരുന്നത് ഏതാണ്ട് 47 കിലോ 50 അടുത്ത് ഏതാണ്ട് വന്നു. അത്രയും വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് സർപ്രൈസായി, ക്യാൻസർ ആയിരിക്കും എന്ന് വെച്ചുകൊണ്ട് ടെസ്റ്റ് ചെയ്ത് ക്യാൻസർ അല്ല. പിന്നെ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. അങ്ങനെ വന്ന് ഇത് ചെയ്യുന്നപ്പോഴാണ് ഒരു ദിവസം ഇങ്ങനെ പെട്ടെന്ന് വയറുവേദന വന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഹോസ്പിറ്റലിൽ ഡയറക്റ്റ് ചെയ്തു. അപ്പോൾ ആ ഡയറക്റ്റ് ചെയ്തത് പുള്ളിക്ക് ഇച്ചിരി ഭയം ഉണ്ടായിരുന്നു. പുള്ളി ചെന്നിട്ട് ഒരു ബോട്ടിൽ വാങ്ങിച്ച ആൽക്കഹോൾ അല്പം സേവിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് മറ്റേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ സമയത്തൊന്നും എന്നെയും എൻ്റെ മോനെയും അല്ലാതെ മറ്റാരെയും ആ ഹോസ്പിറ്റലിനകത്ത് കയറ്റി വിട്ടില്ല. പിന്നെ എങ്ങനെയാണോ ഇവർ പറയുന്നത്, മോൻ കയറി മുകളിൽ തന്നെയല്ല, ബിലീവേഴ്സ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അവിടെ വളരെ ചിട്ടയുള്ള ഹോസ്പിറ്റലാണ്. അവർ വളരെ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഹോസ്പിറ്റലിനകത്തെ ICUവിൽ കയറി മോൻ മുകളിൽ കയറി കിടന്നു എന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതിനകത്തെ അർത്ഥം എന്താണെന്നുള്ളത്. പിന്നെ ഞാൻ ഇതിൻ്റെ കാര്യം ഞാൻ പറയാം. ഞാൻ കണ്ടുപിടിച്ച കാര്യം എന്ന് പറയാനുള്ളത്, ഈ ഹെൻറി ഇവിടെ വന്നതിന് ശേഷം, കാരണം ഹെൻറിയുടെ നുണപറച്ചിൽ കുറെ കൂടി ഉടനെ എനിക്ക് ഇഷ്ടമില്ലാതെ വന്നു ഹെൻറി ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്. അത് ഇഷ്ടമില്ലാതെ വന്നപ്പോൾ അവനെ പറഞ്ഞു വിടുമെന്നുള്ള ഒരു തോന്നൽ വന്നപ്പം ഇദ്ദേഹത്തെ വിളിച്ചോണ്ട് എല്ലാ ദിവസവും ഞങ്ങളുടെ മറ്റേ പറമ്പിലോട്ട് പോകുമായിരുന്നു. ആ പറമ്പിൽ പോയിട്ട് ഇവന്റെ പണിയെന്ന് പറഞ്ഞാൽ ഇവനും ഇവന്റെ സിസ്റ്ററും കൂടെ ഭയങ്കര വഴക്കായിരിക്കുമ്പോഴാണ് ഇവൻ വീട്ടിൽ വരുന്നത്. ആ സമയത്ത് ഇവൻ എന്നോട് പറയാറുണ്ട്, ഇവന്റെ സിസ്റ്ററെ നടത്തുകയാണ്, അവൾ ആണെന്നൊക്കെ എന്നോട് പറയും. ഞാനിതൊന്നും കേട്ട് ആരോടും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഞാൻ രഹസ്യമായിട്ട് വെച്ചു. അങ്ങനെ വന്നപ്പോഴേ വേറൊരു കസിനുണ്ട്, ഒരു 10 കല്യാണത്തിൽ കൂടുതൽ അവൾ കല്യാണം കഴിച്ചിട്ടുണ്ട്. അവള് ലാസ്റ്റ് കഴിച്ചത് അമേരിക്കക്കാരനായ ഒരു മനുഷ്യനെയാണ് കല്യാണം കഴിച്ചത്. അതും പുള്ളി ഡൈവേഴ്സ് ആക്കി. കാരണം അവിടെ കൂട്ടത്തിൽ ജീവിക്കാൻ വയ്യാന്ന് പറഞ്ഞുകൊണ്ട് അത് ഡൈവേഴ്സ് ആക്കി. ഇവർ രണ്ടുപേരും കൂടെ ഒരു സ്ഥലത്ത് അവിടെ വന്ന് എന്തോ കാര്യത്തിന് വന്നിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് അവിടെ മറ്റേ പറമ്പിൽ പോയിട്ട് ഇവരുമായിട്ട് ഈ വീഡിയോ കോൾ അവർ ചെയ്യുന്നത്. ഈ വീഡിയോ കോൾ ചെയ്ത് ഇവരുമായിട്ടുള്ള സംസാരം അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പം എന്നെ അവോയ്ഡ് ചെയ്യും. അപ്പം ഇവനോട് ദേഷ്യം ഉള്ളത് കൊണ്ട് എന്നെ എങ്ങനെയെങ്കിലും അവോയ്ഡ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ കോൾ ഡെയിലി സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചെല്ലുന്നെന്ന് പറഞ്ഞാലും എന്നെ കൊണ്ടുപോകത്തില്ല അപ്പുറത്തെ പറമ്പിൽ പോകുമ്പോൾ. അങ്ങനെ വന്ന് ഇവര് ഡെയിലി ഇങ്ങനെ വീഡിയോ കോൾ സംസാരിച്ച് അപ്പോൾ അവർ തീരുമാനിച്ചു എനിക്ക് ഭ്രാന്തുണ്ടെന്ന് അങ്ങ് വരുത്തിയിട്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, അങ്ങനെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ദിവസം പെട്ടെന്ന് എന്നോട് പറഞ്ഞു ബേബിച്ചാനെ കാണാൻ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയി. അവിടെ ചെന്നിട്ട് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, നിനക്ക് എന്തോ ഒരു മാനസിക പ്രശ്നം പോലെ തോന്നുന്നു, അതിന് നമുക്കൊന്ന് ഡോക്ടറെ കാണണം എന്നും പറഞ്ഞുകൊണ്ട്
ഇവരെന്നെ കൊണ്ട് തിരുവല്ലയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് തീരുമാനിക്കുന്നു. ഞാൻ പറഞ്ഞു എന്നെ അവിടെ എന്തിനാ കൊണ്ടുവന്നു? തിരുവല്ലയിൽ ഇഷ്ടം പോലെ വേറെ ഹോസ്പിറ്റലുണ്ടല്ലോ, അവിടെ പോയാൽ പരിമല ഹോസ്പിറ്റലിലെ വേറെ ഹോസ്പിറ്റലുണ്ട്, ഇവിടെ പോയാൽ പോരെയെന്ന് ചോദിച്ചപ്പം പറഞ്ഞു അത് പറ്റത്തില്ല, അവിടെ ഞങ്ങൾ അപ്പോയിൻമെന്റ് എടുത്തു പോയി, അതുകൊണ്ട് അവിടെ പോകണമെന്ന് പറഞ്ഞു. ഒരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് കാണിക്കാനായിട്ട് അവിടെ ചെന്നപ്പം പുള്ളിക്കാരനെ എനിക്ക് വേണ്ടി ചീട്ടെടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇരുന്ന ആൾക്കാരോട് ചോദിച്ചു ഇവിടുത്തെ ഏറ്റവും നല്ല ഡോക്ടർ ഏതാണെന്ന് ചോദിച്ചപ്പോൾ അവർ വേറൊരു ഡോക്ടറുടെ പേര് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ആ ഡോക്ടറെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. കൗണ്ടറിൽ ചെന്നിട്ട് ഞാൻ ഈ ചീട്ട് അവരെ കാണിച്ചിട്ട് പറഞ്ഞു എനിക്ക് മാറ്റി ആ ഡോക്ടറെ എഴുതി തരാൻ പറഞ്ഞു. അങ്ങനെ ആ ഡോക്ടറെ എഴുതി തന്നു. അവരെ എഴുതി തന്നു. ഇപ്പം പുള്ളി പറഞ്ഞു അത് പറ്റത്തില്ല, ഞാൻ മറ്റേ ഡോക്ടറെ തന്നെ വേണമെന്ന് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് പറ്റത്തില്ല, ഈ ഡോക്ടർ എനിക്ക് മതി, ഇതാ ഏറ്റവും നല്ല ഡോക്ടർ എന്ന് പറയുന്നു, അതുകൊണ്ട് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ഞാൻ പറഞ്ഞു എനിക്ക് ഇതിങ്ങനെ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി കൊണ്ടുവന്ന സാർ ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം നോക്കിയിട്ട് എനിക്ക് യാതൊരു പ്രോബ്ലം ഇല്ല, അദ്ദേഹം പറഞ്ഞു ഒരു പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞു. അവരെ വിളിച്ചിട്ട് പറഞ്ഞു എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പം അവർ പറഞ്ഞു എന്ത് മെഡിസിൻ കൊടുക്കണം, അങ്ങനെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും എന്നൊക്കെ പറയാൻ തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു ഒരു കാരണവശാലും ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. പുള്ളിക്കാരിക്ക് യാതൊരു അസുഖവും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അവിടെ നിന്ന് വിട്ടു. തിരിച്ചവര് കൊണ്ടുവരേണ്ടി വന്നു. അങ്ങനെ വന്നപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പിടികിട്ടിയത് ഈ അമേരിക്കൻ സിറ്റിസൺ ആയതുകൊണ്ട് അമേരിക്കയ്ക്ക് പോകാൻ ഭയങ്കര താല്പര്യമാണ്. അപ്പൊ എങ്ങനെയെങ്കിലും എന്നെ അവോയ്ഡ് ചെയ്തിട്ട് ഇവൾക്ക് ആ സ്ഥാനം ഏറ്റെടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ചെയ്യുന്ന പരിപാടികൾ മുഴുവനും, ഈ നടന്നത് മുഴുവനും അതിനുള്ള പരിപാടിയാണ്. അവളെ കണ്ടാൽ നല്ല സുന്ദരിയൊക്കെയാ, വെളുത്തതൊക്കെയാ, മദാമയെ പോലെ ഇരിക്കും, ഷേപ്പ് എനിക്കറിയത്തില്ല, അങ്ങനെ ഇരിക്കും. അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരന് ഇഷ്ടപ്പെട്ടു. അതായത് കാര്യം ഇതാണ്, ഇതിന്റെ പിന്നിലുള്ള സത്യം ഇതാണ്, മറ്റേ വേറെ ഒന്നുമല്ല. കാരണം അതെല്ലാം വെറും ഉണ്ടാക്കുന്ന മോന്റെ കാര്യങ്ങളോ മോൻ ഡ്രഗ് അഡിക്റ്റ് ആണെന്നൊക്കെ പറയുന്നത് വെറുതെ കള്ളം പറയുന്നതാണ്. ഒരു ഡ്രഗ് അഡിക്റ്റും അല്ല. അവൻ ദൈവസന്നിധിയിൽ അവൻ വളരെ നീതിമാനായിട്ടാണ് പോകുന്നത്. അവനെ സിഗരറ്റ് വലിക്കുമായിരുന്നു ഇടയ്ക്ക്, അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഡ്രഗ് അഡിക്റ്റ് എന്ന് പറയുന്നത്. അവൻ യാതൊരു ഡ്രഗ് അഡിക്റ്റും അല്ല. പിന്നെ അത് അവൻ നിർത്തി, സിഗരറ്റ് വലി നിർത്തി. ഞാൻ അവനോട് പറഞ്ഞ് അവൻ സിഗരറ്റ് വലി നിർത്തി, എത്രയോ നാൾ മുമ്പ് നിർത്തി. അവൻ മാനസാന്തരപ്പെട്ട് അവൻ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന നല്ലൊരു ഇതായിട്ട് ഒരു ദിവസം ചീത്ത വിളിച്ചു, അത് ശരിയാ. എന്തോ പറഞ്ഞപ്പോൾ ഇവർ തമ്മിൽ പിണങ്ങി, ഏതാണ്ട് പറഞ്ഞ് പിണങ്ങി. അപ്പം നിസാർ ഏതാണ്ട് പൈസയുടെ കണക്കിന്റെ കാര്യം ഏതാണ്ട് പറയുമ്പം പിണങ്ങി, അതിനുവേണ്ടി ചീത്ത വിളിച്ചു, അത് ശരിയാ. വേറൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഇത്രയും, കാരണം എനിക്ക് അധികം സമയം എടുക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ ഇത്രയും പറയുക. അങ്ങനെയുള്ള യാതൊരു തെറ്റിദ്ധാരണകളും വേറെ വന്നിട്ടില്ല. ഇദ്ദേഹത്തിന് പറ്റിയിരിക്കുന്നത് ഇപ്പൊ ഇതാണ്, ഇദ്ദേഹം വേറൊരാൾ ഉറപ്പിച്ചു, അത് അദ്ദേഹത്തിന് നടത്തണം, അതേ ഉള്ളൂ കാര്യം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.